സോ ഒരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇസ് എ കൈൻഡ് ഓഫ് ഡാറ്റ ദാറ്റ് മേ അപ്പിയർ ഇൻ കമ്പ്യൂട്ടേഷൻ. അതായത് കമ്പ്യൂട്ടേഷൻ സമയത്ത് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയുടെ ടൈപ്പ് എന്താണെന്നുള്ളതാണ് ഒരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് 34 കൊടുത്തിട്ടുണ്ട്. 34 എന്നുള്ളത് ഒരു ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, സോ നമുക്ക് ശരിക്കും രണ്ട് ടൈപ്പ് ഡാറ്റ ടൈപ്പാണുള്ളത്. ബിൽഡ് ഇൻ ഡാറ്റ ടൈപ്പ്, അതുപോലെ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്സ് ആണുള്ളത്. സോ അതിൽ ഫസ്റ്റ് വണ്ണാണ് ബിൽഡ് ഇൻ ഡാറ്റ ടൈപ്സ്. ബിൽഡ് ഇൻ ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് എവറി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് there is a set of data types called built-in data types. built-in data types എന്ന് പറയുമ്പം ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിലും അതിൽ അവരുടേതായിട്ടുള്ള സെറ്റ് ഓഫ് ഡാറ്റ ടൈപ്സ് ഉണ്ടായിരിക്കും. അത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചതായിരിക്കും. അതിനെയാണ് നമ്മൾ ബിൽഡ്-ഇൻ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ സി പ്രോഗ്രാമിംഗ് പഠിക്കുകയാണെങ്കിലും ഇൻറ്റ്, ഫ്ലോട്ട് എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു അതൊക്കെ ബിൽഡ്-ഇൻ ഡാറ്റ ടൈപ്പാണ്. അതായത് ഇൻറ്റ് എന്നുള്ളത് ഇൻറ്റീജർ ആയിട്ടുള്ളതിന് മാത്രം, അതുപോലെ ഫ്ലോട്ട് എന്നുള്ളത് ഫ്ലോട്ടിംഗ് നമ്പേഴ്സിന് മാത്രം, അങ്ങനെ മീനിങ് ഫുള്ളായിട്ട് ഓരോന്നിനും ഓരോന്നായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ ടൈപ്സാണ് നമ്മൾ ബിൽഡ് ഇൻ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ആൻഡ് എക്സാമ്പിൾ ഇൻ സി, ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാരറ്റ്, ഡബിൾ, എക്സെട്ര. ആൻഡ് ബിൽഡ് ഇൻ ഡാറ്റ ടൈപ്സ് allow users a lot of advantages regarding the processing of various types of data. കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ, ഇഫ് എ യൂസർ ഡിക്ലെയർ എ വാരിയബിൾ ഓഫ് എ ടൈപ്പ് ഇൻറ്റ്, then several things are automatically implied. നമ്മളൊരു ഡാറ്റ ടൈപ്പ്, ഒരു വാല്യൂ ഇൻറ്റായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഓട്ടോമാറ്റിക്കലി അവിടെ ഇംപ്ലൈഡ് ആവുന്നത്? ഹൗ ടു സ്റ്റോർ എ വാല്യൂ, ഒരു വാല്യൂവിനെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, എന്ത് ടൈപ്പിലായിട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. ബിക്കോസ് ഇൻറ്റീജറായിട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അതുപോലെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പോസിബിൾ, ഇൻറ്റീജറിൽ നമുക്ക് എന്തൊക്കെ പോസിബിൾ ആണോ അതൊക്കെയാണ് ആ ഒരു വാല്യൂവിന് പോസിബിളായിട്ടുണ്ടാവുക. ദെൻ വാട്ട് എമൗണ്ട് ഓഫ് മെമ്മറി ഈസ് റിക്വയർഡ് ടു സ്റ്റോർ. ആൻഡ് ഇൻറ്റീജറിലാണെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് മെമ്മറിയാണ് സ്റ്റോർ ചെയ്യേണ്ടി വരിക? 4 സ്റ്റോർ ചെയ്യേണ്ടി വരിക, അല്ലേ? അതുപോലെ ഫ്ലോട്ടിംഗ് ആണെങ്കിലും 4. ഡബിളിലും ക്യാരലൊക്കെ ആണെങ്കിൽ എത്രയാണ് അതിൻ്റെ സൈസ് വെച്ചാൽ അതുപോലെയാണ് വരുന്നത്, 1 ബൈറ്റൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഈ 3 കാര്യങ്ങളാണ് നമ്മളൊരു ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, അഡ്വാൻറ്റേജസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഹൗ ടു സ്റ്റോർ എ വാല്യൂ, വാട്ട് ആർ ദ തിങ്സ് ഓർ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പോസിബിൾ, ആൻഡ് വാട്ട് എമൗണ്ട് ഓഫ് മെമ്മറി ഈസ് റിക്വയർഡ് ടു സ്റ്റോർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സ്. സോ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന, അതായത് പ്രോഗ്രാമേഴ്സ് ഉണ്ടാക്കുന്ന ഡാറ്റ ടൈപ്പിനെ, പ്രോഗ്രാമേഴ്സ് ഓൺ ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ പറയുന്നത് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്നുള്ളത്. അപ്പം ആൾട്ടർനേറ്റീവ്ലി നമ്മളതിനെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്നും പറയും. ഓക്കെ, സോ ടു പ്രോസസ്, എക്സാമ്പിൾ ടു പ്രോസസ് ഡേറ്റ്സ് ഓഫ് എ ഫോം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഒരു ഡാറ്റ ടൈപ്പായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ DD, MM, YY, അതായത് ഡേറ്റ്, മന്ത്, ഇയർ, YY. ഓക്കെ, അങ്ങനെയുള്ള ഫോർമാറ്റിലായിരിക്കും നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അതിപ്പം ഇൻറ്റീജർ, ഫ്ലോട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫെയർ. സോ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു ഡാറ്റ ടൈപ്പ് പുതിയതായിട്ട് ഉണ്ടാക്കും. അതാണ് ഡേറ്റ്സ് എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പ് നമ്മൾ ഉണ്ടാക്കാൻ പറ്റും. സോ അതിന് നമ്മൾ പറയുന്നതാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. ഓക്കെ, സോ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സ് ക്യാൻ ബി ബിൽഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബിൽഡ് ഇൻ ഡാറ്റ ടൈപ്സ്. ബിൽഡ് ഇൻ ഡാറ്റ ടൈപ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സ് അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ഉണ്ടാക്കുന്നത്. ആൻഡ് അതർ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സ്, വേറെ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സിൻ്റെയും കൂടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഫോർ എ ഗിവൺ കൈൻഡ് ഓഫ് യൂസർ ഡാറ്റ, ഇറ്റ്സ് സ്ട്രക്ചർ ഇംപ്ലൈസ് ഫോളോയിങ്: ഡൊമെയിൻ, റേഞ്ച് ഓഫ് വാല്യൂസ് ദാറ്റ് ദ ഡാറ്റ മേ ഹാവ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഡൊമെയിൻ എന്താണെന്നുള്ളത്, ഒരു ഡാറ്റയ്ക്ക് പറ്റുന്ന വാല്യൂസിൻ്റെ റേഞ്ചാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇസ് ആൾസോ ടേംഡ് ആസ് ഡാറ്റ ഒബ്ജക്റ്റ്. ദെൻ ഫങ്ഷൻ, സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് വിച്ച് മേ ലീഗലി അപ്ലൈഡ് ടു ദ എലമെൻറ്റ് ഓഫ് ഡാറ്റ ഒബ്ജക്റ്റ്. അതായത് ഈ ഡൊമെയിനിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എലമെൻറ്റ്സിന് നമ്മൾക്ക് എന്താണ് ലീഗലി ഓപ്പറേഷൻസ് എന്തൊക്കെ ഓപ്പറേഷൻസാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ആക്സിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ്
വിത്ത് വിച്ച് ഡിഫറെൻ്റ് ഓപ്പറേഷൻസ്, ഈ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാനുള്ള പർട്ടിക്കുലർ സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ പറയുന്നത് ആക്സിയംസ്. സോ ഈ 3 കാര്യങ്ങൾ കൂടിച്ചേർന്നാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ എ ഡാറ്റ സ്ട്രക്ചർ ഇസ് ഡി ഇസ് ട്രിപ്ലറ്റ്, ഡി ഇസ് ഈക്വൽ ടു DFA, where D is a set of data objects, F is a set of function and A is a set of rules to implement the functions. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ട്രിപ്ലറ്റാണ്. അതിൽ സെറ്റ് ഓഫ് ഡാറ്റ ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കും, അതായത് സെറ്റ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ ഡൊമൈൻസ് ഉണ്ടായിരിക്കും, റേഞ്ച് ഓഫ് വാല്യൂസിന് ഉണ്ടായിരിക്കും, അതുപോലെ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും, ആൻഡ് ആ ഫങ്ഷൻസ് പെർഫോം ചെയ്യാനുള്ള റൂൾസ് ഉണ്ടായിരിക്കും. ഇതിനാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ, ഫോർ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് ഇൻ സി ദ സ്ട്രക്ചർ ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ടൈപ്പ്. കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, അതായത് ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറിൽ 0 to ഇൻഫിനിറ്റി, പോസിറ്റീവ് ഇൻഫിനിറ്റിയിലാണ്. +1 +2 +1 +1 +2 ഇൻറ്റീജറാണ്. ഓക്കെ, നെഗറ്റീവ് പോസിറ്റീവ് എന്നില്ല, ഇൻറ്റീജറാണ്. ഇൻഫിനിറ്റി ആവാം, നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ടാവാം. ഓക്കെ, ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താ, അതായത് ഓപ്പറേഷൻസ് എന്തൊക്കെ പെർഫോം ചെയ്യാം, പ്ലസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലസ്. ഓക്കെ, ദെൻ എ മീൻസ് റൂൾസ്, ആക്സിയംസ്. എ സെറ്റ് ഓഫ് ബൈനറി അരിത്തമെറ്റിക്സ് ടു പെർഫോം അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മോഡുലർ ഓപ്പറേഷൻസ്. സോ ബൈനറി അരിത്തമെറ്റിക്സ് ആണ് നമുക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്, റൂൾസ് പറയുന്നത്. സോ ഇതാണ് ഒരു ഇൻറ്റീജറിൻ്റെ ടൈപ്പിൽ വരുന്ന നമ്മുടെ ഡാറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ.